തായ്ലൻഡിലെ ഒരു രാജാവ് ഒരിക്കൽ തൻ്റെ മന്ത്രിക്ക് ഒരു പണി കൊടുത്തു. മന്ത്രിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ശേഷം ഒരു വെള്ളാനയെ മന്ത്രിക്ക് സമ്മാനമായി നൽകി. തായ്ലൻഡിലെ പ്രത്യേകത അനുസരിച്ച് അവിടുത്തെ ആനകൾക്കൊന്നും കറുത്ത നിറമല്ല ഉള്ളത്, എല്ലാവർക്കും വെള്ള നിറമാണുള്ളത്. വെളുത്ത ആനയെ സമ്മാനിച്ച ശേഷം രാജാവ് മന്ത്രിയോട് പറഞ്ഞു, നീ ഇതിനെ പോറ്റി ജീവിക്കുന്ന. ഒരു ആനയെ പോറ്റി ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് രാജാവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അഴിമതിക്കാരനായ മന്ത്രിക്ക് വെള്ളാനയെ സമ്മാനിച്ചത്. നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങളെ കട്ടുമുടിക്കുന്ന എല്ലാ പൊതുസ്ഥാപനങ്ങളെയും വെള്ളാന എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഒരു വെള്ളാനയുടെ കഥ ഒരിക്കൽ ശ്രീനിവാസൻ്റെ മനസ്സിലേക്ക് വന്നു. അതാണ് മലയാളത്തിലെ പ്രശസ്ത ചിത്രമായ വെള്ളാനകളുടെ നാട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച വെള്ളാനകളുടെ നാട് ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. വെള്ളാനകളുടെ നാടിൻ്റെ തിരക്കഥയുടെ രീതിശാസ്ത്രത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നടനും നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജു തനിക്കൊരു ചിത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയദർശനെ സമീപിക്കുന്നു. പ്രിയദർശൻ മോഹൻലാലിനെ കാണാൻ പറയുന്നു. മോഹൻലാൽ മണിയമ്പിള്ള രാജുവിന് ഡേറ്റ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? ശ്രീനിവാസനെ കാണണം. അക്കാലത്ത് പ്രിയദർശൻ മോഹൻലാൽ ടീമിൻ്റെ എല്ലാ ചിത്രങ്ങൾക്കും തിരക്കഥ എഴുതിയിരുന്നത് ശ്രീനിവാസനാണ്. ശ്രീനിവാസന് കഥയുടെയോ തിരക്കഥയുടെയോ മർമ്മം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. തിരക്കഥയുടെ ആശാനാണല്ലോ ശ്രീനിവാസൻ. അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു കഥ തൻ്റെ പ്രിയ സുഹൃത്തായ പ്രിയദർശന് വേണ്ടി ഒരുക്കി. ആ കഥയിലെ പ്രധാന കഥാപാത്രം CP എന്ന സി പവിത്രൻ നായരാണ്. ഒരു യുവ കരാറുകാരൻ. സത്യസന്ധവും സുതാര്യവുമായി ജീവിക്കുന്ന ആ കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം, അയാളുടെ തൊഴിൽ കരാർ പണിയാണ്. അയാളുടെ സഹോദരനാകട്ടെ വഴിവിട്ട പല മാർഗങ്ങളിലൂടെ കരാർ പണി നേടി ഒരുപാട് വർക്കുകൾ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കുന്നു. എന്നാൽ തനിക്ക് വലിയ കാശൊന്നും ഉണ്ടാക്കാൻ മോഹമില്ല. പകരം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം മാത്രമാണ് സി പവിത്രൻ നായർ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനുള്ളത്. അയാൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പണം കടം വാങ്ങി ചില നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ വെള്ളാനകളുടെ കടന്നുവരവ്. അതാണ് ആ കഥയുടെ ഇതിവൃത്തം. ഈ കഥ ശ്രീനിവാസൻ പലവട്ടം പ്രിയദർശനോട് പറഞ്ഞു. ശ്രീനിവാസൻ ചില പ്രത്യേക വാക്കുകളും ഈ കഥയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഫണ്ടിങ് ഏജൻസികളെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് NREP തുടങ്ങിയ വാക്കുകൾ. ഇത്തരം കാര്യങ്ങളെല്ലാം പ്രിയദർശനോട് പറയുമ്പോൾ തിരക്കഥ എഴുതുന്ന ശ്രീനിവാസനോട് താൻ എന്ത് ഡിസ്കസ് ചെയ്യാൻ എന്നായി പ്രിയദർശൻ അത്തരം കാര്യങ്ങൾക്ക് കാതോർത്തതേയില്ല. മണിയമ്പിള്ള രാജുവിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ വൺലൈൻ കേൾക്കാൻ പ്രിയദർശൻ ശ്രീനിവാസൻ്റെ മുമ്പിലെത്തുന്നത് ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ്. ശ്രീനിവാസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുക്കളയിൽ അരിയും പച്ചക്കറിയും വരെ തയ്യാറായി കഴിഞ്ഞു. ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും റെഡിയാണ്. മണിയമ്പിള്ള രാജു ആകട്ടെ വളരെ സന്തോഷത്തിലാണ്. കാരണം പ്രിയദർശനാണല്ലോ ചിത്രത്തിൻ്റെ സംവിധായകൻ. ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്നു, മോഹൻലാൽ അഭിനയിക്കുന്നു, പിന്നെ തനിക്കെന്ത് ടെൻഷൻ. അപ്പോഴാണ് പ്രിയദർശൻ ശ്രീനിവാസനെക്കുറിച്ച് ഓർത്തത്. കാരണം അന്ന് രാവിലെ മാത്രമാണ് പ്രിയദർശൻ കോഴിക്കോട്ടെ ഹോട്ടൽ മഹാറാണിയിലെത്തിയത്. മഹാറാണിയാണ് അക്കാലത്ത് സിനിമാക്കാരുടെ സ്ഥിരം ക്യാമ്പ്. മഹാറാണി സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യരാശിയുള്ള ഒരു ഹോട്ടലാണ്. ശ്രീനിവാസൻ്റെ മുറിയിലേക്ക് എത്തുകയായിരുന്നു പ്രിയദർശൻ. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് എവിടെ എന്ന് പ്രിയദർശൻ അധികാരഭാവത്തോടു കൂടി ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ ഏത് സ്ക്രിപ്റ്റ് എന്നാണ് ശ്രീനിവാസൻ തിരികെ ചോദിച്ചത്. അതൊരു തമാശയായിരുന്നു. സ്ക്രിപ്റ്റിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ശ്രീനിവാസൻ അതിനിടയിൽ എഴുതി തീർത്തിരുന്നു. കാരണം മദിരാശിയിൽ പലതവണയായി ശ്രീനിവാസൻ ഈ കഥ പ്രിയദർശനോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയദർശൻ അക്കാലത്ത് കഥയെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുക പോലും ഉണ്ടായില്ല. കോഴിക്കോട്ടെ ഹോട്ടലിലെത്തിയ ശേഷം മതി തനിക്ക് തിരക്കഥയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നൊരു ഉറപ്പ് പ്രിയദർശന് ഉണ്ടായിരുന്നു. കാരണം തിരക്കഥ എഴുതുന്നത് ശ്രീനിവാസനാണ്. ഒരിക്കലും പാളിപ്പോകാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ശ്രീനിവാസൻ പ്രിയദർശനെ മുമ്പിലിരുത്തി വൺലൈൻ വായിച്ചു കൊടുക്കുകയാണ്. വൺലൈൻ വായിക്കുന്നതിനിടയിൽ പ്രിയദർശൻ്റെ മുഖത്തേക്ക് ശ്രീനിവാസൻ സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. സംവിധായകൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും കാണാൻ കഴിയും. പ്രിയദർശൻ്റെ മുഖത്ത് ചെറിയ ആശങ്ക. ശ്രീനിവാസൻ വായന നിർത്തി പ്രിയദർശനോട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. അദ്ദേഹം ആദ്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഉള്ള കാര്യം പറയണമല്ലോ. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഏതായാലും ശ്രീനി, നമുക്ക് ഈ തിരക്കഥ സിനിമയ്ക്ക് വേണ്ട എന്ന്. ശ്രീനിവാസൻ മാനസികമായി തകർന്നുപോയി. ഇനി
ഷൂട്ടിംഗ് തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സംവിധായകൻ പറയുകയാണ് ഈ തിരക്കഥ നമുക്ക് സിനിമയാക്കേണ്ടതില്ലെന്ന്. പിന്നെ എന്ത് ചെയ്യും? പ്രിയദർശൻ ശ്രീനിവാസനോട് ആവർത്തിക്കുകയാണ്, ഏതായാലും ഞാൻ ഈ കഥ സിനിമയാക്കുന്നില്ല. അപ്പുറത്തെ മുറിയിൽ മോഹൻലാൽ നാളത്തെ ഷൂട്ടിങ്ങിനായി തയ്യാറായിരിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അരിയും പച്ചക്കറിയും വരെ റെഡിയാണ്. ക്യാമറാമാനും സകല ക്രൂവും കോഴിക്കോട് മഹാറാണിയിലുണ്ട്. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനസികമായി വല്ലാതെ തകർന്നുപോയി. പ്രിയദർശൻ എന്ന സംവിധായകനിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന്. വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീനിവാസൻ ആ തിരക്കഥ തയ്യാറാക്കിയത്. കാരണം നാട്ടിലെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളുമാണ് ആ ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്ക് അടിസ്ഥാനമായത്. അക്കാലത്ത് 50കളുടെ അവസാനമാണ്. നിങ്ങൾക്കറിയാം, നാട്ടിൽ ഒരുപാട് പണം ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾക്കായി വെറുതെ വിനിയോഗിച്ച് കളയുന്ന ഒരു കാലം. ഒരു പ്രയോജനവും ആർക്കുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന പണം മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇത്തരം വെള്ളാനകളെ നമ്മൾ എന്തിനാണ് വളർത്തുന്നതെന്ന ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നു. പക്ഷേ ഭരണാധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല. അവർ അവരുടെ വഴിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പക്ഷേ ഇതിലെ ചില വാക്കുകൾ, ചില സംഭവങ്ങൾ, അതാണ് പ്രിയദർശൻ ദഹിക്കാതെ പോയത്. ശ്രീനിവാസൻ പ്രിയദർശനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഈ കഥയിൽ എവിടെയാണ് ഇടിച്ചു നിൽക്കുന്നതെന്ന്. അപ്പോൾ പ്രിയദർശൻ പറഞ്ഞു, ആ NREP എന്നൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുകയില്ല. ഇതൊന്നും പൊതുജനത്തിന് ദഹിക്കുന്ന കാര്യമല്ല. നീ വല്ല തമാശയും ഹ്യൂമറും ഒക്കെ ഉള്ള ഒരു കഥയുണ്ടാക്കുക എന്ന്. പ്രിയദർശൻ തികച്ചും അപ്രതീക്ഷിതമായി ആ ശ്രീനിവാസൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ശ്രീനിവാസൻ മാനസികമായി തകർന്ന് അങ്ങനെ ഒരേ ഇരിപ്പിൽ ആ കസേരയിലിരുന്നു ഏതാണ്ട് 10-15 മിനിറ്റ് നേരം. അപ്പോൾ പ്രിയദർശന് സംഗതി മനസ്സിലായി. അദ്ദേഹം തിരികെ വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൂട്ടായി ചില കഥകൾ ചർച്ച ചെയ്യാം. ഏതായാലും ഇനി ഒരു 10-12 മണിക്കൂറുണ്ടല്ലോ, നമുക്ക് എന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങാം. അന്ന് രാത്രി വരെ വെള്ളാനകളുടെ നാട് എന്ന 200 ദിവസം ഓടിയ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ കഥയാണിത്. തലേന്ന് രാത്രി സംവിധായകൻ റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു തിരക്കഥ. അന്ന് രാത്രി വരെ കോഴിക്കോട് മഹാറാണിയിൽ ആർക്കും ഉറക്കമില്ലായിരുന്നു. ഇതിനിടയിൽ ക്യാമറാമാൻ S. കുമാർ വന്നു, നടൻ മോഹൻലാൽ വന്നു, പ്രിയദർശൻ വന്നു, ശ്രീനിവാസൻ വന്നു. കൂട്ടായൊരു ബഹളം. കഥകളുടെ ബാങ്കാണ് അവിടെ ജനിച്ചു വീണത്. കഥകളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ. വന്നും പോയും പറഞ്ഞും ഇരിക്കുന്നവരെല്ലാം ഓരോ കഥകൾ പറഞ്ഞുപോയി. ശ്രീനിവാസനാകട്ടെ അപ്പോൾ ഒരേ ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ വെള്ളാനകളുടെ നാട് എന്ന പേരിലൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നാളെ പ്രിയദർശൻ സംവിധാനം ചെയ്യും. എല്ലാവരും പറയുന്നത് ശ്രീനിവാസൻ കേട്ടുകൊണ്ടിരുന്നതല്ലാതെ അദ്ദേഹം ഒരു തീരുമാനവും പറഞ്ഞില്ല. പ്രിയദർശനാകട്ടെ രാത്രിയോടുകൂടി കാര്യം മനസ്സിലായി. താൻ പറയുന്ന ഒരു കഥയും ശ്രീനിവാസന് ദഹിക്കുകയില്ലെന്ന്. അങ്ങനെ ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി പ്രിയദർശൻ ആരുമില്ലാത്ത സമയത്ത് ശ്രീനിവാസൻ്റെ സ്യൂട്ടിൽ വന്ന് ശ്രീനിവാസനോട് പറയുകയാണ്, ശ്രീനി, നമുക്ക് ഏതായാലും ഈ തിരക്കഥ തന്നെ നാളെ ഷൂട്ട് ചെയ്തു തുടങ്ങാം. ഇനിയൊരു പുതിയ കഥ ആലോചിക്കാനുള്ള സമയമില്ല എന്ന്. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പതിവ് ചിരി പ്രിയദർശൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. കാരണം ശ്രീനിവാസൻ അറിയാം, ഈ തിരക്കഥ ഏതാണ്ട് 10-200 ദിവസം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളെയും തകർത്തടുക്കുമെന്ന്. ശ്രീനിവാസൻ പ്രിയദർശനോട് പറഞ്ഞു, എനിക്കറിയാം ഈ ചിത്രം സൂപ്പർ ഹിറ്റ് ആവുമെന്ന്. C. പവിത്രൻ നായർ എന്ന ചെറുപ്പക്കാരനായ കരാറുകാരനെ മോഹൻലാൽ അതിഗംഭീരമായി അവതരിപ്പിക്കുമെന്ന്. നിങ്ങൾക്ക് മാത്രം എന്താ ഈ കോൺഫിഡൻസ് ഇല്ലാത്തത് എന്ന്. അപ്പോൾ പ്രിയദർശൻ ന്യായമായ ചില മാറ്റങ്ങൾ തിരക്കഥയിൽ നിർദ്ദേശിച്ചു. അത് സശ്രദ്ധം ശ്രീനിവാസൻ കുറിച്ചെടുത്തു. പ്രിയദർശൻ്റെ മാറ്റങ്ങൾ തികച്ചും ന്യായമായിരുന്നു എന്ന് പിൽക്കാലത്ത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലെ ചില പ്രധാന മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് പ്രിയദർശനാണ്. അത് അതേപടി അന്ന് രാത്രി ശ്രീനിവാസൻ ഉറങ്ങിയതേയില്ല. പിന്നെ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു, ചില പരിഷ്കാരങ്ങൾ വരുത്തുകയായിരുന്നു ശ്രീനിവാസൻ അന്ന് രാത്രി ചെയ്തുകൊണ്ടിരുന്നത്. 1988 സെപ്റ്റംബർ മാസമാണ്. തലശ്ശേരിയിൽ ശ്രീനിവാസൻ ഒരു വീട് പണിയുന്നുണ്ട്. അടിയന്തരമായി വീട്ടിലെ ചില കാര്യങ്ങൾക്ക് എത്തണം. ഒരു കാറിലാണ് കോഴിക്കോട് നിന്നും തലശ്ശേരിയിലേക്ക് പോയത്. അതേ കാറിൽ തിരികെ എത്തുകയും വേണം. തിരികെ കോഴിക്കോടേക്കുള്ള യാത്രക്കിടയിൽ വടകരയിലുള്ള ഇരിങ്ങൽ ബ്രിഡ്ജിൽ വെച്ച് കാർ ആക്സിഡൻ്റായി. ഒരു ലോറിയാണ് കാറിൽ ഇടിച്ചത്. ശ്രീനിവാസൻ്റെ ചുണ്ട്, കൈ, കാലുകൾ എല്ലായിടവും നല്ല പഞ്ചർ. ശ്രീനിവാസൻ്റെ മുഖമെല്ലാം ചുണ്ടെല്ലാം വീർത്ത് രക്തമായി ഇരിക്കുന്നു. അടുത്ത് കണ്ട ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ഡ്രൈവറും മറ്റു ചില നാട്ടുകാരും ചേർന്ന് ശ്രീനിവാസനെ കൊണ്ടുപോയി. അക്കാലത്ത് വടകരയിൽ അങ്ങനെ ഷൂട്ടിംഗ് ഒന്നും ഉണ്ടാവാറില്ല. അവിടെ ഒരു സിനിമാ നടനെ കാണുക എന്ന് പറയുന്നത് അപൂർവമായ കാര്യമാണ്.
വടകരയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കെ രസകരമായ ചില അനുഭവങ്ങൾ ശ്രീനിവാസനുണ്ടാവുകയാണ്. ആ ആശുപത്രിയിൽ ആർക്ക് വേണമെങ്കിലും 2 രൂപ കൊടുത്താൽ OP ടിക്കറ്റ് എടുക്കാം. ശ്രീനിവാസൻ ആക്സിഡൻ്റായി ഇവിടെ എത്തിയ വിവരം ഒരു പ്രഭാത സമയമാണെങ്കിലും നാട്ടിൽ നോട്ടീസ് അടിച്ച പോലെ പബ്ലിസിറ്റി കിട്ടി. എവിടെ നിന്നെന്നറിയില്ല, 100 കണക്കിന് ആളുകൾ ആശുപത്രിയിലേക്ക് പ്രവഹിക്കുകയാണ്. എല്ലാവരും 2 രൂപയുടെ OP ടിക്കറ്റ് എടുത്ത് പാസ് എടുത്ത് ശ്രീനിവാസനെ കാണാനായി ക്യൂ നിൽക്കുന്നു. ശ്രീനിവാസനാകട്ടെ ചുണ്ടും മുഖവുമെല്ലാം മുറിഞ്ഞ് ചുണ്ടെല്ലാം വീർത്ത് വല്ലാത്തൊരു കണ്ടീഷനിലും രക്തവുമൊക്കെയായി. ഡോക്ടറാകട്ടെ വളരെ സാവധാനം ശ്രീനിവാസനെ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് കിട്ടിയ ഒരു സന്തോഷത്തിൽ വളരെ സാവധാനം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. നാട്ടുകാർ ഇങ്ങനെ ക്യൂ നിന്ന് ഏതാണ്ട് ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴാൻ പോകുന്നത് പോലെ നാട്ടുകാർ ക്യൂ നിന്ന് ശ്രീനിവാസനെ കണ്ടുകൊണ്ട് പോകുന്നു. ഇതിനിടയിൽ ചില നേതാക്കന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. കണ്ടവർ മാറി നിൽക്കൂ, ബാക്കിയുള്ളവർ കാണട്ടെ എന്ന് അവർ നേതാക്കന്മാർ നാട്ടുകാരോട് നിർദ്ദേശിക്കുന്നു. നാട്ടുകാർക്കാകട്ടെ ഇതൊരു ഉത്സവം കണ്ട, ഒരു വെടിക്കെട്ട് കണ്ട പ്രതീതി. അവരെല്ലാം ഇങ്ങനെ ശ്രീനിവാസൻ്റെ വികൃതമായ ചോര പുരണ്ട മുറിവുകളുള്ള ആ മുഖം കണ്ട് സന്തോഷപൂർവ്വം അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ശ്രീനിവാസനാകട്ടെ വളരെ വിഷമിച്ച് ഡോക്ടർ എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് പറഞ്ഞു വിട്ടെങ്കിൽ എന്ന് പറയാനാവാതെ, കാരണം ചുണ്ടെല്ലാം മുറിഞ്ഞിട്ടുണ്ട്, കൈക്കാലുകളിൽ നല്ല വേദനയുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴെല്ലാം ശ്രീനിവാസൻ്റെ മനസ്സിൽ പ്രിയദർശൻ്റെ ആ സ്ക്രിപ്റ്റാണ്. തന്നെ കാത്തിരിക്കുന്ന മോഹൻലാൽ എന്ന നടനാണ്, പ്രിയദർശൻ എന്ന സംവിധായകനാണ്. എന്ത് ചെയ്യണമെന്ന യാതൊരു രൂപവുമില്ല. ഷൂട്ടിംഗ് ഒരു ദിവസം മുടങ്ങി. ശ്രീനിവാസനോട് ഡോക്ടർ പറഞ്ഞു, തങ്ങളുടെ ഒരു ദുരവസ്ഥ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാവും നമ്മുടെ ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കേണ്ടി വരിക. പോലീസിനെ വിളിക്കേണ്ടി വരും, ഫോഴ്സ് വരേണ്ടി വരും. കാരണം ഇവിടെ ഇതാ പുറത്തെല്ലാം ജനം വന്ന് തടിച്ചുകൂടിയിരിക്കുകയാണ്. പെട്ടെന്നൊരു കാറിൽ ശ്രീനിവാസൻ ഡോക്ടറോട് തൊഴുതു പറഞ്ഞു, എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് ഇവിടുന്ന് ഒഴിവാക്കി തരാൻ. ഡോക്ടർക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് താങ്കളെ ഞാൻ പറഞ്ഞുവിടാം എന്ന് ഡോക്ടർ സമ്മതിക്കുന്നു. ശ്രീനിവാസൻ തൊഴുതുകൊണ്ടാണ് ഇത് സമ്മതിച്ചത്. ഏത് ആശുപത്രിയിൽ പോകണമെന്നൊക്കെ താൻ തീരുമാനിച്ചു കൊള്ളാം, തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നാൽ മതിയെന്ന് ശ്രീനിവാസൻ ദയാപൂർവ്വം ഡോക്ടറോട് പറഞ്ഞു. നിസ്സഹായനായി ഡോക്ടറോട് പറഞ്ഞു. ഒരു കാർ വന്ന് ശ്രീനിവാസനെയും കൊണ്ട്, ശ്രീനിവാസൻ കാറിൽ കയറി ഉടനെ പറഞ്ഞത് തലശ്ശേരിയിൽ എൻ്റെ വീട്ടിലേക്ക് പോകൂ എന്നാണ്. തലശ്ശേരിയിലാണ് ശ്രീനിവാസന് സമാധാനം കിട്ടുക. കാര്യം കോഴിക്കോട് ചെന്നാൽ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നം. അതിനാൽ തലശ്ശേരിയിലേക്ക് അദ്ദേഹം തിരികെ പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ രസകരമായ മറ്റൊരു കാഴ്ച. ഭാര്യയാകെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. എന്ത് പറ്റി നിങ്ങൾക്ക്? കൈ മുറിഞ്ഞിട്ടുണ്ട്, ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട്, കൈക്കാല് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാര്യ ഉറപ്പിക്കുന്നു, ശ്രീനിവാസൻ തന്നെ ഇത് പറഞ്ഞതാണ്, ഭാര്യ ഉറപ്പിക്കുകയാണ് ശ്രീനിവാസനെ ആരോ മർദ്ദിച്ചതാണെന്ന്. 10-12 വർഷമായി കല്യാണത്തിന് മുമ്പേ ശ്രീനിവാസനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അറിയാം. തീർച്ചയായും ശ്രീനിവാസൻ ഉണ്ടാക്കുന്ന പുകിലുകൾക്ക് ആ മർദ്ദനമാവാം കാരണമെന്ന് ഭാര്യ വിശ്വസിക്കുന്നു. എന്തു പറയാനാണ്, ശ്രീനിവാസൻ പലവട്ടം പറഞ്ഞു ഇരിങ്ങൽ ബ്രിഡ്ജിൽ വെച്ച് തനിക്കൊരു അപകടമുണ്ടായതാണെന്ന്. അവിടെയും സമാധാനമില്ല. എന്തു ചെയ്യും? മറ്റൊരു കാറിൽ ശ്രീനിവാസൻ നേരെ കോഴിക്കോട് മഹാറാണിയിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ രസകരമായ കാഴ്ച. എല്ലാവർക്കും താനൊരു അത്ഭുത കാഴ്ചയായി നിൽക്കുന്നു. പ്രിയദർശനും മോഹൻലാലും വല്ലാത്ത ടെൻഷനിൽ. ഇങ്ങനെ ഒരാളെ കൊണ്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കും. ഷൂട്ടിംഗ് ഇന്നത്തേക്ക് മുടങ്ങി, നാളെയെങ്കിലും പുനരാരംഭിക്കണ്ടേ? ആകെ ടെൻഷനായി. ശ്രീനിവാസൻ എല്ലാവരോടും സമാധാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റേതായ ഭാഷയിൽ പറയുകയാണ്, എന്നെ നിങ്ങളൊന്ന് വെറുതെ വിട്ടാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതി പക്കയാക്കി നാളെ നമുക്ക് ഷൂട്ടിംഗ് ആരംഭിക്കാമെന്ന്. എല്ലാവരും മുറിയിൽ നിന്ന് പോയി. ശ്രീനിവാസൻ ഒറ്റയ്ക്ക് ആ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുകയാണ്. ഒറ്റ ആഹാരം അദ്ദേഹത്തിന് കഴിക്കാൻ കഴിയുന്നില്ല. കാരണം ചുണ്ട് മുറിഞ്ഞ് വീർത്തിരിക്കുകയാണ്. ചില ജ്യൂസുകൾ മാത്രം സ്ട്രോ ഇട്ട് കുടിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. ഇതിനിടയിൽ പ്രിയദർശൻ ഡോക്ടറെ വിളിക്കട്ടോ എന്നെല്ലാം ചോദിക്കണം. ആരെയും വിളിക്കേണ്ട, തന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതിയെന്ന് മാത്രമായിരുന്നു ശ്രീനിവാസൻ്റെ വിനീതമായ അഭിപ്രായം. അസഹനീയമായ വേദനയുടെ നടുവിലിരുന്നാണ് ശ്രീനിവാസൻ സി പവിത്രൻ നായരും സഹപ്രവർത്തകരും ചേർന്നുണ്ടാക്കുന്ന മലയാളികളെ കുടുകുട ചിരിപ്പിച്ച ഹ്യൂമറെല്ലാം എഴുതിയത്. ശ്രീനിവാസന് മാത്രമേ ഇങ്ങനെയൊക്കെ കഴിയുകയുള്ളൂ. കാരണം ശ്രീനിവാസൻ ഒരു ജീനിയസാണ്, തിരക്കഥയിലെ ജീനിയസാണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. വെള്ളാനകളുടെ നാട് റിലീസ് ചെയ്തത് എല്ലാവർക്കും അറിയാം. 1988 ഡിസംബർ മാസം 9-ാം തീയതിയാണ്. ആ വർഷം ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രമായിരുന്നു അത്. ഏതാണ്ട് 200 ദിവസം കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും ആ ചിത്രം ഓടി.
ഈ സ്ക്രിപ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ പ്രിയദർശനോട് ശ്രീനിവാസൻ പലവട്ടം സ്ക്രിപ്റ്റ് സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കണമെന്ന താക്കീത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം തനിക്ക് ശ്രീനിവാസനോളം കഥയുടെ മർമ്മമറിയാവുന്ന തിരക്കഥാകൃത്തുക്കൾ കേരളത്തിൽ തീരെ കുറവാണ്. ശ്രീനിവാസന് മാത്രം കഴിയുന്ന മാജിക്കാണിത്. ഇന്നിതാ ശ്രീനിവാസൻ മാജിക്കിൻ്റെ കണ്ണ് തള്ളിയ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ധ്യാനും വിനീതും മോഹൻലാലിൻ്റെ മകൻ പ്രണവും ചേർന്ന് വീണ്ടും മലയാളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ശ്രീനിവാസൻ എന്ന ജീനിയസ് ഇതെല്ലാം കണ്ട് മനസ്സോടെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നു എന്നത് മലയാളികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് സന്തോഷം തരുന്ന ഒരനുഭവമാണ്. തിരക്കഥ ശാസ്ത്രത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത രംഗം കാണുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.